വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ച് യുകെയിലെത്തിച്ച ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിക്യാമറ വെച്ച് പകർത്തി അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റ പ്രവാസി യുവാവിനെ കൊട്ടിയം പോലീസ് പിടികൂടി. പോക്സോ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കൊട്ടിയം പോലീസാണ് ഒടുവിൽ വലയിലാക്കിയത്. താൻ ചെയ്ത ക്രൂരതകൾ യുകെയിൽ വെച്ചായതിനാൽ കേരളത്തിൽ ബാധിക്കില്ലെന്ന് ഭാര്യയോട് പറഞ്ഞ് പരിഹസിച്ച വിരുദ്ധനാണ് ഒടുവിൽ നാട്ടിലെ തടവറയിലായത്. വിദേശത്ത് ഒന്നിച്ച് താമസിക്കവെയാണ് ഭാര്യ അറിയാതെ കിടപ്പറയിലെയും കുളിമുറിയിലെയും നഗ്നദൃശ്യങ്ങൾ പ്രതി ഒളിക്യാമറ ഉപയോഗിച്ച് പകർത്തിയത്. ഭാര്യയുടെ അനുവാദമില്ലാതെ ഈ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റ് ഇയാൾ വൻതോതിൽ പണം സമ്പാദിച്ചു. സൈറ്റുകളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ വിവരമറിയിച്ചപ്പോഴാണ് യുവതി ഭർത്താവിന്റെ വികൃത മുഖം തിരിച്ചറിഞ്ഞത്. സംഭവം ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ യുകെയിലല്ലേ നടക്കുന്നത്, നാട്ടിലെ കേസുകളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇയാൾ ചെയ്തത്. ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ട് പ്രതി ഭാര്യയെ മറ്റു പുരുഷന്മാർക്കൊപ്പം കിടക്ക പങ്കിടാൻ നിരന്തരം നിർബന്ധിച്ചു. പങ്കാളികളെ പരസ്പരം പങ്കുവയ്ക്കുന്ന ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇയാൾ സജീവ അംഗവുമായി. ഈ ഗ്രൂപ്പുകളിലെ ആവശ്യപ്രകാരമാണ് ഭാര്യയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചതും അതിലൂടെ പണമുണ്ടാക്കിയതും. മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച യുവതിയെ ഇയാൾ ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതായ ഘട്ടത്തിലും 4 വയസ്സുകാരിയായ മകളുടെ ഭാവിയോർത്ത് യുവതി ക്ഷമിക്കുകയായിരുന്നു. എന്നാൽ 4 വയസ്സുകാരിയെ സ്വന്തം മകൾക്ക് മുന്നിൽ വെച്ച് ഇയാൾ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടുകയും സ്വയംഭോഗം ചെയ്യുകയും ചെയ്തതോടെയാണ് യുവതി ഭർത്താവിനെതിരെ നിയമപോരാട്ടത്തിന് ഇറങ്ങിയത്. കുട്ടിയുടെ മുന്നിലിരുന്ന ലാപ്ടോപ്പിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണുകയും ലൈംഗിക വൈകൃതം കാട്ടുകയും ചെയ്തത് കുഞ്ഞിന്റെ മനസ്സിനെ കടുത്ത ആഘാതത്തിലാക്കി. കൗൺസിലിംഗിന് വിധേയനാക്കിയാൽ ഭർത്താവിന്റെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 14 ദമ്പതികൾ നാട്ടിലെത്തിയത്. എന്നാൽ കൗൺസിലിംഗിനിടെ തനിക്ക് കുടുംബജീവിതത്തിൽ താല്പര്യമില്ലെന്നും സ്വതന്ത്രനായി നടക്കാനാണ് താല്പര്യമെന്നുമാണ് ഇയാൾ പറഞ്ഞത്. 3-ാം ദിവസം കൗൺസിലിംഗിന് നിർബന്ധിച്ചതോടെ യുവതി ഇയാൾ വീണ്ടും കഠിനമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ മാരകമായി പരിക്കേറ്റ യുവതി കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടെ വെച്ച് കൊട്ടിയം പോലീസിന് മൊഴി നൽകുകയുമായിരുന്നു. ഫോൺ സംഭാഷണങ്ങളും ഡീറ്റെയിൽ തെളിവുകളും അടക്കം യുവതി പോലീസിന് കൈമാറി. അതിനിടെ പരാതി നൽകിയ വിവരം അറിഞ്ഞ പ്രതി കേസിൽ നിന്നും തലയൂരാനായി പെട്ടെന്ന് ഒളിവിൽ പോയി. തുടക്കത്തിൽ കേസെടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചതായി ആരോപണമുണ്ട്. കുഞ്ഞിന് മുന്നിൽ വെച്ച് വൈകൃതം കാണിച്ചതിന് തെളിവുകൾ നൽകിയിട്ടും തുടക്കത്തിൽ പോക്സോ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറായില്ല. പോലീസ് നടപടി വൈകിയതോടെ യുവതിക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ പോലും സമീപിക്കേണ്ടി വന്നു. തുടർന്ന് വിഷയം മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും ചെയ്തതോടെ സംസ്ഥാന പോലീസ് മേധാവിയും ജില്ലാ പോലീസ് മേധാവിയും വിഷയത്തിൽ നേരിട്ടിടപെടുകയായിരുന്നു. പ്രത്യേക സംഘം രൂപീകരിച്ച് കേസ് അന്വേഷിക്കാൻ ഉത്തരവിറങ്ങി. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലും കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം ശക്തമായ വകുപ്പുകൾ ചുമത്തി. പ്രതി ഒളിവിൽ പോയതോടെ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് റൂറൽ CPOമാരുടെ സഹായത്തോടെ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. പ്രതിയെക്കുറിച്ചുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഒളിവ് സംഘത്തിൽ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. സ്വന്തം അമ്മ കുളിക്കുന്ന ദൃശ്യങ്ങൾ വരെ പ്രതിയുടെ ഫോൺ ഉണ്ടായിരുന്നുവെന്ന് യുവതി പോലീസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. ഭർത്താവ് പകർത്തിയ ദൃശ്യങ്ങൾ ഏതൊക്കെ അശ്ലീല സൈറ്റുകളാണ് പ്രചരിക്കുന്നതെന്നും ഇയാൾക്ക് പിന്നിൽ വൻ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്.